ശശികല എന്ന് പറയുന്ന സംഘ് പരിവാറിന്റെ വിഷകല ഒരിക്കല് വലിയ വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി. അതിനകത്ത് അവരുന്നയിച്ച ഏറ്റവും ഭീകരമായ നിറകെട്ട ആരോപണം എന്താണെന്ന് അറിയുമോ? ദേവസ്വം ബോർഡിന്റെ പണം ഉപയോഗിച്ചാണ് ഇവിടെ മദ്രസകൾ ഉണ്ടാക്കുന്നത് എന്ന്. ദേവസ്വം ബോർഡിന്റെ പണമാണ് ഇവിടെ ശമ്പളം കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഹിന്ദുക്കളുടെ പൈസ കൊണ്ടാണോ ശബരിമലയിൽ വരുന്ന വിശ്വാസികളായ ഹിന്ദു സഹോദരന്മാർ അവരിടുന്ന കാണിക്കയാണോ മദ്രസ ഉണ്ടാക്കാൻ ഉപയോഗിക്കേണ്ടത്? മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്? മുസ്ലിമാരുടെ പെൻഷൻ കൊടുക്കേണ്ടത്? അത് തെറ്റല്ലേ? ആർക്കാണത് തെറ്റല്ല എന്നറിയാവുന്നത്? ഞാൻ ഒരിക്കൽ നിയമസഭയുടെ അകത്ത് ഈ പ്രശ്നം ഇങ്ങനെ നിരന്തരമായി സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ബഹുമാന്യനായ വി ഡി സതീശന്റെ അടുത്ത് വന്ന് ഒരിക്കൽ പറഞ്ഞു, പ്രിയപ്പെട്ട സതീശനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വല്ലാത്ത വാർത്ത അതിരൂക്ഷമാം വിധത്തില് കേരളത്തിന്റെ തെരുവുകളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് വലിയ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കും. ഈ RSS സംഘ് പരിവാരങ്ങൾ ആസൂത്രിതമായി നടത്തുന്ന ഒരു പ്രചാരണമാണ്. സതീശൻ എന്നോട് പറഞ്ഞു, ഷാജി അതിനെന്ത് കാര്യമുണ്ട്, നമുക്കറിയില്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാം, എനിക്കറിയാം, കുറച്ചു പേർക്കറിയാം, പക്ഷെ തെറ്റിദ്ധരിക്കുന്ന മനുഷ്യരുണ്ടാവില്ലേ? അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ ഏറ്റു. ഞങ്ങൾ അങ്ങനെയാണ്. അന്ന് നിയമസഭയിൽ സതീശന്റെ ഒരു പ്രസംഗമുണ്ട്. നിങ്ങൾ എപ്പോഴും നിയമസഭയുടെ രേഖകളിലെ ഏറ്റവും മികച്ച പ്രസംഗങ്ങൾ എടുത്താൽ സതീശന്റെ പ്രസംഗം ഉണ്ടാകും. അദ്ദേഹം അതിമനോഹരമായി ആ സഭയിൽ പറഞ്ഞു, ഒരു ലക്ഷമല്ല, 1 റുപ്യ വേണ്ട, 1 അണ അങ്ങനെ ഇപ്പോഴുണ്ടെങ്കിൽ 10 പൈസ ഈ ദേവസ്വത്തിന്റെ പണം ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക്, ഹിന്ദു സമുദായത്തിന്റെ ക്ഷേത്ര നവോത്ഥാന സംരംഭങ്ങൾക്കല്ലാതെ, അതിന്റെ നടത്തിപ്പിനല്ലാതെ 1 റുപ്യ എവിടെയെങ്കിലും ചെലവഴിക്കുന്നു എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എങ്കിൽ ഇതാ ഞാൻ ഈ നിയമസഭയുടെ അകത്ത് നിങ്ങളോട് പരസ്യമായി മാപ്പ് പറയാം എന്ന സതീശന്റെ പ്രോജ്വലമായ ഒരു പ്രസംഗമുണ്ട്. നന്ദിയോടെയല്ലാതെ മതേതര വിശ്വാസികൾക്ക് സതീശനെ ഓർമ്മിക്കുമ്പോൾ ഈ പ്രസംഗത്തെ ഉദ്ധരിക്കാതിരിക്കാൻ ആവില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, KNM-ന്റെ പ്രവർത്തകന്മാർ പറവൂരിൽ ഒരു ദഴവത്ത്, അവരുടെ ഒരു പ്രബോധന പരിപാടി, വീടുകൾ കയറിയിറങ്ങുകയാണ്. പെട്ടെന്ന് സംഘീ പരിവാരങ്ങൾ അവരെ ആഞ്ഞു പിടിച്ചു. അവരൊരു കുഴപ്പവും പറഞ്ഞില്ല. അവരവരുടെ ആശയ പ്രചാരണത്തിന്റെ സ്വതന്ത്രമായ ജനാധിപത്യാവകാശത്തോടെ ഈ രാജ്യത്ത് നടത്തിയ ഒരു പ്രചാരണത്തെ അവര് വളഞ്ഞു പിടിച്ചു. അന്ന് അസംബ്ലി നടക്കുന്ന സമയമാണ്. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, എന്റെ MLA ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തുള്ള സതീശന്റെ ക്വാർട്ടേഴ്സിനെ രാവിലെ തന്നെ പോയി പറയാനാണ് എനിക്ക് തോന്നിയത്. സതീശൻ ആ സമയം വിളിക്കുന്നുണ്ട് പറവൂരിലെ പോലീസ് സ്റ്റേഷനിലേക്ക്, എറണാകുളത്തെ കമ്മീഷണറെ, SP എല്ലാം. എന്നിട്ട് അതിരൂക്ഷമാം വിധത്തിൽ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഒരു മതസംഘം നടത്തുന്ന പ്രവർത്തനത്തെ തടുക്കുന്ന സംഘികൾക്കെതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ച ബഹുമാന്യനായ VD എനിക്ക് ഓർമ്മയുണ്ട്. സ്നേഹമുള്ളവരെ, ആ VD സതീശൻ അദ്ദേഹത്തെ വളരെ കൃത്യമായി ചില നിലപാടുകൾ പറയുന്നിടത്ത് അദ്ദേഹം ഗവൺമെന്റ് കളിക്കുന്ന കള്ളക്കളികളെ നിർവചിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹവുമായുള്ള അഭിപ്രായം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു. പിന്നെ അത് ആവർത്തിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അതിന്റെ കോൺസിക്വൻസുകൾ പറഞ്ഞത്, ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന ആക്ട്, വഖഫിനെതിരായി വരുന്ന ആക്ടിന്റെ അപകടത്തെ കുറിച്ചാണ്. ജാഗ്രതയുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു പോരാളി, ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് CPM-കാര, നിങ്ങൾ എത്ര വട്ടമിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചാലും സർക്കാരിനെതിരെ നടക്കുന്ന പോരാട്ടങ്ങളെ അങ്ങനെ മാറ്റിവെക്കാൻ പറ്റുന്നതല്ല എന്നെല്ലാവർക്കും അറിയാം. നിങ്ങൾ കളിക്കുകയാണ്. മുനമ്പത്തെ കളി സർക്കാരാണ് കളിക്കുന്നത്. അതിൽ താല്പര്യമുണ്ട്. ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, മുനമ്പത്തെ റിസോർട്ട് ഉടമകൾക്കാണ് ഞങ്ങൾ നോട്ടീസ് നൽകിയത്, അവിടുത്തെ പാവം മനുഷ്യർക്ക് നൽകിയിട്ടില്ല എന്ന് പറയാൻ വയനാട് തെരഞ്ഞെടുപ്പ് കഴിയേണ്ടി വന്നോ? അങ്ങ് പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് കഴിയേണ്ടി വന്നോ? ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം വായ തുറക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് കഴിഞ്ഞത്? നിങ്ങൾ ഈ രാജ്യത്തിലെ മൈനോറിറ്റിയെ തമ്മിൽ തല്ലിക്കാനുള്ള ആസൂത്രണങ്ങളിൽ നിങ്ങൾ പങ്കാളിയാണ്. ആരുടെ കൂടെ? RSSന്റെ കൂടെ. വെള്ളമുണ്ടെങ്കിലെ സുഹൃത്തുക്കളോട് ഞാൻ സ്നേഹപൂർവ്വം പറയുകയാണ്. ഇത് ലീഗുകാരോട് മാത്രമല്ല, ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും കേൾക്കുമെങ്കിൽ കേൾക്കണം. നിങ്ങൾ
പരസ്പരം തമ്മിൽ തല്ലിക്കാൻ ഭരണകൂടത്തിന്റെ പോലും ഗൂഢാലോചനയുണ്ട്. ഒരുങ്ങി പുറപ്പെട്ട് RSS ഉണ്ട്, ഉറപ്പിച്ച് കാസയുണ്ട്, അവർക്ക് പിന്തുണ നൽകുന്ന ഒരു ഭരണകൂടവും ഇവിടെയുണ്ട്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കേരളത്തിലെ മൈനോറിറ്റിയിലെ സംഘബോധമുള്ള രാഷ്ട്രീയ സഖ്യങ്ങളാണ്. ഇടതുപക്ഷം ഇവർക്കിടയിൽ ഭിന്നിപ്പകൽ ഉണ്ടാക്കി വോട്ടുകൾ ചതറിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ഏറ്റവും ആസൂത്രിതമായി നടത്തുന്നു എന്നത് ഭുനമ്പമാണ്. ഗവൺമെന്റ് അല്ലേ ഉത്തരം പറയേണ്ടത്? അവരല്ലേ പറയേണ്ടത്? അവരല്ലേ ഇതിന്റെ പരിഹാരമായി എന്തു ചെയ്യണമെന്ന് മനസ്സിലാക്കേണ്ടത്? ഞാൻ ചോദിക്കട്ടെ സ്നേഹമുള്ളവരെ, ഒരു തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യമായ ഘട്ടത്തിൽ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന RSSകാരൻ കോൺഗ്രസിലേക്ക് പോയി. അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുമ്പോ എന്താ ഇത്ര അതിശയമുള്ളത്? സന്തോഷമുള്ള ഒരു കാര്യമല്ലേ? ഒരു RSSകാരൻ RSSന്റെ വെറുപ്പിന്റെ ലോകത്ത് നിന്ന് ജനാധിപത്യത്തിന്റെ വഴിയിലേക്ക് വരികയാണ്. എന്റെ CPMകാര, ഞാൻ കണ്ണൂരിലെ MLA ആയിരിക്കുമ്പോഴാണ് ഏറ്റവും ക്രൂരമായ RSSന്റെ നേതൃപദത്തിൽ ഇരുന്ന OK വാസു CPMലേക്ക് വന്നത്. ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ, ലീഗുകാരൻ എന്തിനാണ് ഈ OK വാസു എന്ന RSSനെ നിങ്ങൾ എടുത്തത് എന്ന് ചോദിച്ചോ? OK വാസുവിന്റെ കൊലപാതക ആസൂത്രണം അടക്കമുള്ള പാരമ്പര്യമുണ്ടോ സന്ദീപ് വാര്യർക്ക്? ഇല്ലല്ലോ. സന്ദീപ് വാര്യർ വരുമ്പോ ഒരു ദിവസം വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരെ സ്വീകരിക്കണ്ടേ, മാലയിടണ്ടേ? ഇനി നിങ്ങൾക്ക് വിഷമം ഈ സന്ദീപ് വാര്യർ CPMലേക്ക് വരാത്തതിനാണോ? എന്റെ സഖാക്കളെ, എങ്ങനെയാണ് സന്ദീപ് വാര്യർ ആഗ്രഹിച്ചത്? ഒരു ചേഞ്ചാണ്. RSS നിന്ന് CPMലേക്ക് വന്ന എന്ത് ചേഞ്ചാണ്? അവിടെയും വെട്ട്, ഇവിടെയും വെട്ട്, അവിടെയും കുത്ത്, ഇവിടെയും കുത്ത്, അവിടെയും വെറുപ്പ്, ഇവിടെയും വെറുപ്പ്. ഒരു മാറ്റം വേണ്ടടോ, ഒരു ഫീല് വേണ്ടേ? ഒരു പാർട്ടി മാറിയ ഫീല് വേണ്ടേ? ആ ഫീൽ ഉണ്ടാവാൻ സന്ദീപ് വാര്യർ കോൺഗ്രസിനെ തെരഞ്ഞെടുത്തു. എന്നിട്ടോ പിണറായി വിജയനെ ദേഷ്യം പിടിച്ചതല്ല, സന്ദീപ് വാര്യർ പാണക്കാട്ട് തങ്ങളെ കാണാൻ പോയി. എന്റെ സഹോദരന്മാരെ, സന്ദീപ് വാര്യർ കാണേണ്ടത് പാണക്കാട്ട് തങ്ങളെ അല്ലേ? കാര്യം എന്ത്? സന്ദീപ് പറയുന്നുണ്ട്, എന്നെ പഠിപ്പിച്ചത് മുഴുവൻ മുസ്ലിം വെറുപ്പാണ്, ന്യൂനപക്ഷ വെറുപ്പാണ്. ഞാനിതാ ആ വെറുപ്പിന്റെ കൂടാരത്തിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് മാറിയിരിക്കുകയാണ്. സ്നേഹത്തിന്റെ കടയിലേക്ക് മാറുന്ന ഒരുത്തൻ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഇഷ്ടത്തിന്റെയും രാജാവിനെ കാണാനല്ലേ പോകേണ്ടത്? അത് പാണക്കാട്ടല്ലേ? ഒരു മനുഷ്യനോടും ഒരു വെറുപ്പ് പറയാത്ത, സ്നേഹമല്ലാത്ത, ഇഷ്ടമല്ലാത്ത, സന്തോഷമല്ലാത്ത, വെറുപ്പില്ലാത്തൊരിടം തിരഞ്ഞു പോയാൽ അത് പാണക്കാടല്ലേ? അതിനെന്തിനാ പിണറായി നിങ്ങൾക്ക് ദേഷ്യം? നിങ്ങളെ കാണാൻ മനുഷ്യന്മാര് വരാത്തതിന് നിങ്ങൾക്കെതിരെ കണ്ട മൂത്രമൊഴിച്ചോലും നിങ്ങളെ കണ്ട പേടിച്ചിട്ട് സഖാക്കൾ പോലും വരാറുണ്ടോ? സ്വന്തം പാർട്ടിക്കാർ റഹീം എന്നെ വിമർശിക്കാൻ വന്നപ്പോൾ ഞാൻ റഹീമിനോട് പറഞ്ഞു, നീ വെറുതെ വിട്ടുപിടിക്ക്, പാവം, എന്നോടൊന്നും കളിക്കാൻ വരില്ല. പിണറായിനെ കാണുമ്പോൾ മൂത്രമൊഴിക്കുന്നു വിചാരിച്ചിട്ട് പമ്പേഴ്സ് ഇട്ട് നടക്കണം, നീ എന്നോട് വർത്താനം പറയാൻ വരരുത് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഭയമാണ്, നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ ആള് വരാത്തതിന്. നിങ്ങൾ എന്തിനാണ് പാണക്കാട്ട് പോകുന്ന സന്ദീപിനെ ആക്ഷേപിക്കുന്നത്, തങ്ങളെ ആക്ഷേപിക്കുന്നത്? തങ്ങളെ ആക്ഷേപിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ ഒരു മര്യാദ വേണമായിരുന്നു. തങ്ങള് വിമർശനത്തിന് അതീതമായ ഒരു വലിയ മനുഷ്യൻ ഒന്നുമല്ല, പച്ചയായ ഒരു സാധാരണ മനുഷ്യൻ. നിങ്ങൾക്ക് വിമർശിക്കാം, ആരാ പറഞ്ഞ് വേണ്ടാന്ന്? പക്ഷെ വിമർശിക്കുമ്പോ സഖാവ് പിണറായി വിജയൻ ഒരു ന്യായം വേണ്ടേ? ഒരു ന്യായം. ഇതൊരു കെട്ട കാലമല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഈ കാലം കെട്ടുപോകാൻ നിങ്ങളും ഒരു കാരണക്കാരനല്ലേ? എത്രമാത്രം വലിയ പ്രശ്നമാണ്, വെറുപ്പാണ് നമുക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്തെല്ലാം നുളകളാണ്. ഒരു ഭാഗത്ത് കാസയുണ്ട്, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിക്കാൻ ഫേസ്ബുക്ക്, വാട്സാപ്പുകളിൽ നിരന്തരമായ പരിശ്രമങ്ങളുണ്ട്. ആ സമയത്ത് ആ മനുഷ്യൻ കേരളത്തിന്റെ തെരുവുകൾ മുഴുവൻ ഓടി നടന്ന് ബിഷപ്പുമാരെ കണ്ട് അവരുമായി സംസാരിച്ചു. ഈ വെറുപ്പിന്റെ മഞ്ഞിനെ ഉരുക്കി കളയണം, അവിടെ സ്നേഹം വരട്ടെ എന്നാ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. റോമിലേക്ക് പോകുമ്പോ തലേ ദിവസം ഞാൻ വിളിച്ചിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങളെ. കാരണം അദ്ദേഹവുമൊത്തൊരു പരിപാടി ഉണ്ടായിരുന്നു അതിന്റെ തലേ ദിവസം. എനിക്ക് അദ്ദേഹത്തിന്റെ നടത്തം കാണുമ്പോ വലിയ സങ്കടമുണ്ടായിരുന്നു. ഒരു കാല് വലിച്ചാണ് നടക്കുന്നത്. ഞാൻ തങ്ങളോട് ചോദിച്ചു, തങ്ങളെ റോമിലേക്ക് നിങ്ങൾ പോണുണ്ടോ? എന്നോട് പറഞ്ഞു, പോകണം ഷാജി, അവിടെ നമ്മൾ പോവണ്ടേ? അവിടെ പോകുമ്പോൾ ഇവിടെ ഒരു റിസൾട്ട് ഉണ്ടാകുമെങ്കിൽ എന്തായാലും പോകണം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കാല് അത് സാരമില്ല, നിങ്ങൾ എത്ര ദിവസം അവിടെ ഉണ്ടാവും?
എന്നോട് പറഞ്ഞു ഒരൊറ്റ ദിവസം, തൊട്ടു പിറ്റേ ദിവസം യു എ ഡേ നടക്കുകയാണ്, എനിക്ക് അവിടേക്ക് തിരിച്ചു വരണം, അവർ വല്ലാതെ നിർബന്ധിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്ത് യാത്രയാണ് താങ്കളെ ഇത്, എന്ത് യാത്രയാണ്, അങ്ങയുടെ കാലിന് വയ്യ, ഒരു 9 മണിക്കൂർ 10 മണിക്കൂർ അങ്ങോട്ട് ഇരിക്കുക, അവിടെ ചെന്ന് ആ തിരക്കുകളും ബഹളം കഴിഞ്ഞ് അങ്ങനെ തന്നെ മടങ്ങുക, ആരോഗ്യം നോക്കണ്ടേ താങ്കളെ? തങ്ങൾ വളരെ സ്നേഹത്തോടെ പുറത്തു തട്ടിയിട്ട് എന്നോട് പറയുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിന് അടുത്ത് പോയിട്ട് ഇങ്ങനെ അന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്നോട് പറയുന്നുണ്ട്, ആ വേദനയൊന്നുമല്ല വിഷയം, എന്റെ വേദന ഞാൻ വന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുമോ നോക്കാം. എവിടുന്ന് റെസ്റ്റ് എടുക്കാൻ? ഞാൻ എന്ന് കണ്ടപ്പോൾ ആക്സിഡന്റ് ഉള്ള സ്ഥലത്തേക്ക് തങ്ങൾ പോയിരിക്കാൻ. ഒന്നുമില്ല, എന്നോട് പറഞ്ഞു റെസ്റ്റ് എടുക്കുന്നു. പക്ഷേ വേറെ പല വേദനകൾക്കും പരിഹാരമുണ്ടാക്കാൻ സാധിച്ചാലോ? എന്നോട് പറഞ്ഞു, ഷാജിക്കറിയുമോ, എന്റെ വാക്ക് സ്നേഹത്തെയോ അഭിമന്യനായ തങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ടിനെയോ ബാധിക്കുമോ എന്ന് തോന്നിയിട്ട് തങ്ങൾ എന്നോട് പറഞ്ഞു, ഷാജിക്കറിയും, എത്ര മനുഷ്യരാണ് അവിടെ നിരാലംബരായി ആ മുനമ്പത്ത് കഴിയുന്നത് എന്നറിയുമോ? അതിലൊരാൾ എങ്ങാനും ഭവനരഹിതനായാൽ, അവിടെ നിന്ന് പുറന്തള്ളപ്പെട്ടാൽ, അവൻ മരിക്കുന്നത് വരെ നമുക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുമോ? മിസ്റ്റർ പിണറായി വിജയ, വെറുപ്പ് മാത്രം ഹൃദയത്തിനകത്ത് സൂക്ഷിക്കുന്ന നിങ്ങളോട് ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല. നിങ്ങൾ തങ്ങളെ വിമർശിക്കുമ്പോ എന്തിനെന്ന് പറയേ, ഒരു വാക്കുകൊണ്ട് മറ്റൊരു തരം ഉപദ്രവിക്കാതെ അവരാരെയും. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്താണ്? അവരാലോചിക്കുന്നത് മനുഷ്യർ വേദനിക്കരുതെന്നാണ്, സങ്കടപ്പെടരുതെന്നാണ്. അത് സാധിക്കലി തങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഒരു പാരമ്പര്യത്തിന്റെ പ്രശ്നമാണ്, ഒരു പാരമ്പര്യത്തിന്റെ. അഭിവന്ദനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അവരൊക്കെ ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചറിനെ ഞാൻ അത് എന്റെ ശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും പറ്റുമോ എന്ന ഭയം, ഉറങ്ങാതെ ആരോഗ്യം നോക്കാതെ കേരളം മുഴുവൻ ഓടി നടന്ന ആ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിമർശിക്കുകയാണ്. ഞാനൊരു കാര്യം പിണറായിയോട് ചോദിക്കട്ടെ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാത്രം മതേതരത്വം തെളിയിച്ചാൽ മതിയോ? സന്ദീപ് വാര്യർ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞതാണ് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഞങ്ങൾ മാത്രം. നിങ്ങൾ പറയുമ്പോ അങ്ങനെ ഏത് മറ്റേ മതേതര കാർഡ് എടുത്തിട്ട് കാണിച്ചു തരാം, ഞങ്ങൾ മതേതരത്താണ്. പോയി പണി നോക്കടോ. നിങ്ങൾ ആരോടും ഞങ്ങളോട് മതേതരത്തിന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ? ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത RSSനോടും കള്ള കമ്മ്യൂണിസ്റ്റുകളോടും എന്താണ് ഈ രാജ്യത്തിലെ ജനങ്ങൾക്കുള്ള താല്പര്യമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായോ? ഒറ്റുകൊടുത്തവരാണ്. 1990-കൾ വരെ 80-കൾ വരെ CPM-ന്റെ വെള്ളമുണ്ടയിലെ പാർട്ടി ഓഫീസില് ആഗസ്റ്റ് 15-ന് ത്രിവർണ്ണ പതാക നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ രാജ്യം സ്വതന്ത്രമായി എന്ന് ഈ കള്ള കമ്മ്യൂണിസ്റ്റുകൾ വിശ്വസിക്കാൻ തുടങ്ങിയിട്ട് തന്നെ 10-20 കൊല്ലായിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് എടോ ചോദ്യം ചോദിക്കുന്നവനെ പിടിച്ച് മണ്ണ് കടത്തിയാൽ മതി, ആ മണ്ണിൽ ഞങ്ങളുടെ പിതാമഹന്മാരുടെ ചോരയുടെ മണം അവിടെ ഉണ്ടാകും. ഈ രാജ്യത്തിന് വേണ്ടി പടപറ്റി മരിച്ചവരുടെ നിങ്ങൾ മതേതരത്തെ തെളിയിക്കേണ്ട ഞങ്ങളുടെ ഒരു പ്രത്യേക ബാധ്യത. ആരുടെ? സാദിഖ് അലി തങ്ങളുടെ, മുസ്ലിം ലീഗിന്റെ, മുസ്ലിങ്ങളുടെ, വേറെ ആർക്കും ഇല്ലല്ല. വേറെ ആരും ഈ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട കാര്യമല്ല. കാസ ഞാൻ പറഞ്ഞല്ലോ, എന്താണ് NDF, എന്താണ് ജമാഅത്തെ ഇസ്ലാമി, എന്താണ് PDP? ഞാൻ ചോദിക്കട്ടെ, ഈ വാക്കൊക്കെ തിരിച്ച് ചോദിക്കട്ടെ. കേരളത്തിലെ എത്ര പഞ്ചായത്തുകളില്, എത്ര മണ്ഡലങ്ങളില്, എത്ര സ്ഥലങ്ങളില് നിങ്ങൾ ഇവരുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്? അബ്ദുൽ നാസർ മദനിയെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് VS അച്യുതാനന്ദനെ പുറംതള്ളിയിട്ട് എന്താണ് നിങ്ങള് കൊണ്ടു നടന്ന് സ്വീകരിച്ചത്? ഈ മലപ്പുറത്തല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങള് പോരാട്ടം നടത്തുമ്പോ ഇവിടെ ഇപ്പോ പ്രസംഗിച്ച, എന്റെ തൊട്ട് മുമ്പ് പ്രസംഗിച്ച എന്റെ സഹോദരൻ നാസർ എമ്മാതിരി ചീത്തയായിരുന്നു എന്നെ പറഞ്ഞിരുന്നത് അറിയോ? എമ്മാതിരി ചീത്ത. ഞാൻ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റാണ്. ചീത്ത. ഞാൻ നാസറിന് ഒരു ദിവസം നാസർ വന്നിട്ട് എന്നോട് പറയാണ്, എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. ഞാൻ പറഞ്ഞു, നാസറെ പൊരുത്തപ്പെടാ, പക്ഷെ എന്തായാലും എന്ത് തെറിയാണോ നീ പറഞ്ഞത്? ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ്? ആ നാസറല്ലേ ഇവിടെ സംസാരിച്ചത്? ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ്? ആരാ ആക്ഷേപിക്കാത്തത് ഞങ്ങളെ? ഇപ്പോഴും പറയുന്നില്ലേ PDP-യുടെ പ്രൊഫൈലുകൾ മുഴുവൻ തെമ്മാടിത്തരം ലീഗുകാർക്കെതിരെ പറയുന്നില്ലേ? ഞങ്ങൾ ഒരു നിലപാടെടുത്തു, ആ നിലപാട് സത്യസന്ധമാണ്. പിന്നെ നിങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെ മൈക്ക് കെട്ടി ജമാഅത്തിനെ ചീത്ത പറയാൻ നിങ്ങൾ പോയി പണി നോക്ക്. നിന്റെ കൂലിയിലല്ല ഇവിടെ മുസ്ലിം ലീഗുകാരൻ പൊതുപ്രവർത്തനം നടത്തുന്നത്, നീ അത് മനസ്സിലാക്കുക. ഞങ്ങൾ അപ്പൊ വന്നിട്ട് ഷാജി എന്താ ജമാഅത്തിനെ പറയാത്തത്? അപ്പൊ ഉടനെ മൈക്ക് കെട്ടിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. താൻ പോയി പണി നോക്കടോ.
ഞങ്ങൾക്കറിയാം എപ്പോഴാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട സമയത്ത് സത്യസന്ധമായി നേരോടെ. അറിയുമോ CPM-കാരാ, തനിക്ക് സ്വപ്നം കാണാൻ കഴിയില്ല. മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാരായ ആളുകൾ കേരളത്തിന്റെ തെരുവിൽ മുഴുവൻ ജമാഅത്തിനെതിരെ, NDF-നെതിരെ, PDP-ക്കെതിരെ, RSS-നെതിരെ പൊരുതുന്ന ഒരു കാലത്ത് ഞാനന്ന് യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകനാണ്. അതിന്റെ പ്രസിഡന്റാണ്. എന്നെ സയ്യിദ് ഹൈദർ അലി ശിഹാബ് നിങ്ങൾ മത്സരിക്കാൻ പറഞ്ഞു വിട്ടത് അഴീക്കോടാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 27,000 വോട്ടിന് പ്രകാശം മാഷ് മത്സരിച്ചു ജയിച്ചു നിൽക്കുന്ന മണ്ഡലത്തില് ഞാൻ അവിടെ ചെന്നു. 20% താഴെ മാത്രം മുസ്ലിങ്ങൾ, അത്രേ ഉള്ളൂ. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ എന്നെ കാണാൻ വന്ന കുറെ കുട്ടികളുണ്ട്. അടിച്ച് കാല് പൊട്ടിച്ച കാസിമാജി, ആരെ NDF-കാരൻ, കൊല്ലാൻ ശ്രമിച്ച ജാഫർ, ഓരോരുത്തർ ഇങ്ങനെ കാണാൻ വരും. നിങ്ങൾ പൊരുതണം, നിൽക്കണം. ഞാൻ വിചാരിച്ചു ഞാനൊരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഒരു ആശയ പോരാട്ടത്തിൽ കാല് തകർന്ന ജാഫർ, കൊല്ലാൻ ശ്രമിച്ച ജാഫർ, കാല് തകർന്ന കാസിമാജി, അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ, അടിയൂരിൽ അടക്കമുള്ളവർ. ഞാൻ തീരുമാനിച്ചു സത്യസന്ധമായി തന്നെ അവരുടെ കൂടെ നിന്ന് വേണം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ. CPM-കാരാണ്. തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ സെക്കൻഡ് മൈക്ക് വെക്കാൻ 5 മണിയുടെ ബെല്ലടിക്കുന്നതിന് മുമ്പ് ഞാൻ അഭിവന്യനായ ഹൈദർ അലി ശിഹാബ് തങ്ങളെ പറഞ്ഞ് സാക്ഷി നിർത്തി പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യരുത്. ഇവിടുത്തെ RSS, ഇവിടുത്തെ NDF, ഇവിടുത്തെ ജമാഅത്ത്, ഇവിടുത്തെ PDP-കാരൻ എന്ന് പറഞ്ഞിട്ടാണ് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ മൈക്ക് താഴെ വെക്കുന്നത്. നിനക്കൊക്കെ സ്വപ്നം കാണാൻ കഴിയുമോ കമ്മ്യൂണിസ്റ്റുകാരാ അതുപോലെ ഒന്ന് പറയാൻ? ഈ ലീഗിന്റെ കൊടി പിടിച്ച് നടക്കുന്ന ഞങ്ങൾക്കല്ലാതെ ഈ കാസയെ കുറിച്ചൊരു വാക്ക് പറഞ്ഞോ മിസ്റ്റർ പിണറായി വിജയ? അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കൂ, ഷാജി ഈ പിണറായി വിജയനെ മാത്രം ഇങ്ങനെ പറയുന്നത്? ഗോവിന്ദനല്ലേ സെക്രട്ടറി? കൂലിക്കാരനോട് വർത്താൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മുതലാളിനോട് പറയാന്നല്ലാതെ. അയാളല്ലേ എന്റെ കാരണക്കാരൻ. അതുകൊണ്ട് പറയാൻ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എവിടെയാണ് കാസയെ വിമർശിച്ചത്? നിങ്ങൾ ലീഗിനോട് പറയണില്ലേ? എടോ കമ്മ്യൂണിസ്റ്റുകാരാ, ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി സംഘടിക്കുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ലീഗ് സംഘടിക്കണ പോലെ ലീഗിന് പുറത്തും മുസ്ലിങ്ങളുണ്ട്, അതുപോലെ കേരള കോൺഗ്രസിന് പുറത്തും ക്രിസ്ത്യാനികൾ ഉണ്ടായിരിക്കാം. പക്ഷെ അൾട്ടിമേറ്റ് എയിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പുരോഗതിയാണ്. നിങ്ങൾ എന്താ ചോദിക്കാത്തത് ജോസ് കെ മാണിയോട് കാസയെ സൂക്ഷിക്കുമെന്ന്? അത് നിങ്ങളുടെ മുന്നണിയിലാണോ? വിട്ടേക്ക്. PJ ജോസഫിലെ UDF-ല് ഒന്ന് ചോദിക്കടോ PJ ജോസഫിനോട്, എന്താ നിങ്ങൾ കാസയെ സൂക്ഷിക്കാത്തത് എന്ന്? പാണക്കാട് തങ്ങളുടെ മേക്കിട്ട് കയറുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം അതാണ്. അതെന്താ നിങ്ങൾ ചോദിക്കാത്തത്? ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ. ഈ പറയുന്ന NDF-കാരൻ, ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ലീഗിലേക്ക് നുഴഞ്ഞു കയറണോത്രേ. ലീഗിലേക്ക് മുസ്ലിം ലീഗിനകത്ത് ഒരുത്തന്റെ നുഴഞ്ഞു കയറ്റവും നടക്കില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ സഖാവ് പിണറായി വിജയ, RSS CPM-നകത്ത് നുഴഞ്ഞു കയറുന്നത് നിങ്ങളെ എന്താ ആവലാതിപ്പെടുത്താത്തത്? നിങ്ങൾ കണ്ടോ, കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പ് തിരുവനന്തപുരം CPM-ന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് ജോയ്, തൊട്ടടുത്ത് വലതുഭാഗത്ത് മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രനെ സാക്ഷിയാക്കിയിട്ട് ജോയ് പറയാ, ഏരിയ സെക്രട്ടറി അവൻ പതുക്കെ RSS ആവുന്നത് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. എന്ത്? ഏരിയ സെക്രട്ടറി പതുക്കെ RSS ആവുന്നത് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങൾക്കിതിൽ ആശങ്കയില്ല? ഒട്ടും ആശങ്കയില്ല? എന്ന ഒന്നും കൂടി ഞാൻ ആശങ്ക ചോദിക്കട്ടെ. ഞങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി രാഹുലിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പക്ഷെ ഈ വയനാട്ടിലെ 175-ലധികം ബൂത്തുകളിൽ UDF-ന്റെ വോട്ടിന്റെ തൊട്ടു താഴെ RSS ആണ്, BJP ആണ്. ഞാനൊരു വയനാട്ടുകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ആശങ്കയുണ്ട്. എന്തെന്നാൽ വയനാട്ടിനൊരു സൗഹൃദമുണ്ട്. രാഷ്ട്രീയത്തിന്റെ, മതത്തിന്റെ, പാരസ്പര്യത്തിന്റെ. കൽപ്പറ്റങ്ങാടിയില് ഒരിക്കൽ ലീഗിന്റെ പൊതുയോഗം നടക്കുമ്പോ, ഒരു സ്റ്റേറ്റ് ജാഥ നടക്കുമ്പോ താഴെ VS അച്യുതാനന്ദൻ വരുന്നുണ്ട്. റെഡ് വോളണ്ടിയർമാർ കൽപ്പറ്റയെ മുകളിൽ നടക്കുന്ന ലീഗ് പൊതുയോഗത്തിനിടയിലൂടെ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ എന്റെ അടുത്തുണ്ടായിരുന്ന കണ്ണൂരിലെ സുഹൃത്ത് പറഞ്ഞു, അത്ഭുതമാണ് കേട്ടോ ഇത്. വയനാട്ടുകാരങ്ങനെയാണ്. രാഷ്ട്രീയത്തിനകത്തും ഒരു മര്യാദയുണ്ട്,
മതസമൂഹങ്ങൾക്കിടയിലും മര്യാദയുണ്ട്. ഈ കാണുന്ന പച്ച പോലെ ഒരു തണുപ്പ്, സ്നേഹത്തിന്റെ തണുപ്പ് വയനാട്ടുകാരുടെ ഹൃദയത്തിലുണ്ട്. ഇത് കേരളത്തിലെ മറ്റു ജില്ലകളിൽ ഇല്ലാത്തതാണ്. സൂക്ഷിക്കണം സ്നേഹമുള്ളവരെ. 175 ബൂത്തുകളിൽ 2ാം സ്ഥാനത്ത് നിന്ന് CPM മാറിപ്പോയതിൽ സന്തോഷമില്ല ഞങ്ങൾക്ക്. പക്ഷെ ആശങ്കയുണ്ടോ പിണറായി വിജയ? ഈ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പിറകിൽ നടക്കുന്ന നേരം ഇതിനെക്കുറിച്ചൊരു വാക്ക് പറയാൻ എന്തേ അങ്ങക്ക് കഴിയാത്തത്? എന്തേ കഴിയാത്തത്? ഒരു കാര്യം ഇവിടുത്തെ CPM-കാരൻ സൂക്ഷിച്ചോ, വയനാട് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ അപകടത്തിലേക്ക് നിങ്ങൾ അറിയാതെ കൊണ്ടുപോയി എത്തിക്കുന്നുണ്ട്. ഇത് രാധാകൃഷ്ണന് പകരം വന്ന ഒരു മന്ത്രിയുടെ മണ്ഡലമല്ലേ? ദളിതുകളെ, ആദിവാസികളുടെ, അവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു പ്രദേശമല്ലേ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ 8 കൊല്ലക്കാലത്തിനിടക്ക് വയനാട്ടിലെ ആദിവാസി സ്കൂളുകളിലെ കുട്ടികളുടെ ഡ്രോപ്പ് ഹൗസ് 70%. കുട്ടികൾ കൊടിഞ്ഞു പോവുകയാണ്. ആദിവാസി കുട്ടികൾ 1ഉം 10ഉം അല്ല, 70%. 5ഉം 6ഉം കുട്ടികൾ മാത്രമുള്ള ക്ലാസ് മുറികൾ, ദളിത് ക്ലാസ് മുറികൾ, ആദിവാസികൾ ക്ലാസ് മുറികളിൽ ഉണ്ട്. എങ്ങനെയാണ് ഇവർ കുടിയൊഴിഞ്ഞു പോകുന്നത്? ഇവിടെ ഒരു പ്രശ്നം കൂടെ ഞാൻ പറയട്ടെ. നിങ്ങൾ, ബഹുമാനപ്പെട്ട മന്ത്രിയോട് കൂടെ പറയട്ടെ, നിങ്ങൾ ചെയ്യുന്നത് അപകടകരമായ ഒരു പ്രവണതയാണ്. അപകടകരമായ പ്രവണത എന്താണെന്നറിയുമോ? നിങ്ങൾ ഈ ദളിത് സമൂഹത്തെ അനാവശ്യമായ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പണി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇവിടുത്തെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഈ സംഘാടന രീതിയിലേക്ക് വന്നത്? പള്ളികൾ, സ്കൂളുകൾ, മദ്രസകൾ, പുരോഗതികൾ, നാട്ടിന്റെ മുഖ്യധാരയിൽ അവരെങ്ങനെയാണ് എത്തിയത്? നവോത്ഥാന സംരംഭങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു വക്കം അബ്ദുൽ ഖാദർ മൗലവി ഉണ്ടായിരുന്നു, സീതി സാഹിബ് ഉണ്ടായിരുന്നു, ബാഫക്കി തങ്ങൾ ഉണ്ടായിരുന്നു. നായർ സമൂഹം മുഖ്യധാരയിൽ എത്തിയത് മന്നത്തു പത്മനാഭന്റെ പരിശ്രമ ഫലമാണ്. ഈഴവ സമുദായം മുഖ്യധാരയിലെത്തിയത് ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും മഹോന്നതമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. എന്നാൽ ക്രിസ്ത്യാനികൾ നേരത്തെ തന്നെ വെൽ ഓർഗനൈസ്ഡ് ആണ്. അവര് നേരത്തെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സ്കൂളുണ്ട്, ആശുപത്രിയുണ്ട്, കോളേജുണ്ട്, സൗകര്യങ്ങളുണ്ട്. എന്നാൽ ഇവിടുത്തെ ദളിതുകളെ നിങ്ങൾ പഠിക്കണം. ഞാൻ ഓരോ ലീഗുകാരനോടും പറയുന്നു, നിങ്ങളും ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കണം. ഈ കോളനികൾ സൂക്ഷിക്കണം. ഞാൻ പലപ്പോഴും ഒരു വയനാട്ടുകാരൻ എന്ന നിലക്ക് പലരുമായി സംവദിക്കാറുണ്ട്. ഇടതുപക്ഷക്കാർ പറയുന്ന ഒരു കാര്യം എന്താ? നിങ്ങൾ കോളനികൾ കോളനികളായി തനിമയോടെ നിൽക്കണം. ആദിവാസികൾ അവർ ജീവിച്ചു വരുന്ന ചുറ്റുപാടിൽ നിന്ന് പറിച്ചു നട്ടാൽ അവര് വേറെന്തോ ആയിപ്പോകും. അതുകൊണ്ട് എൻ ഊര്, മുഖ്യമന്ത്രിയുടെ മരുമോന്റെ ടൂറിസം പരിപാടിയാണ് എൻ ഊര്. എന്നിട്ട് അവിടെ കുറെ ആദിവാസികളുടെ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് ടൂറിസം ഉണ്ടാക്കുകയാണ്. എന്റെ സഖാവേ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു ചോദ്യം. മലപ്പുറത്തെ മാപ്പിളയുടെ, മലബാറിലെ മാപ്പിളയുടെ ചിത്രം നിനക്ക് ഓർമ്മയുണ്ടോ? കറുത്ത കറുത്ത കാച്ചി മുണ്ടൊടുത്ത മാപ്പിള പെണ്ണുങ്ങള്, കള്ളിമുണ്ട്, ഒരു നല്ല പച്ച ബെൽറ്റ്, അരയിൽ ഒരു പേനാക്കത്തി. ഇതല്ലേ മാപ്പിള? തനിമ നിലനിർത്താൻ ആ മാപ്പിളനെ നീ സമ്മതിച്ച? നീ പറഞ്ഞോ? അല്ല, നീ പറഞ്ഞ അവര് നിൽക്കോ? മാപ്പിള വളർന്നല്ലോ. ഇതായോ അധ്യക്ഷനൊക്കെ ഇരിക്കുന്ന കോല കണ്ടങ്ങള് യൂത്ത് ലീഗിന്റെ എന്നാ സ്റ്റൈലാണ്. നമ്മളെ കുട്ടികളൊക്കെ എന്നാ ഫ്രീക്കന്മാരാണ്. MS വരൊക്കെ വരുമ്പോ എനിക്കൊരു സന്തോഷമാണ്. എന്തൊരു സ്റ്റൈലാണ് നമ്മളെ മക്കളൊക്കെ ഡ്രസ്സൊക്കെ ധരിക്കണത്. എവിടെ പോയി കാച്ചിമുണ്ട്? എവിടെ പോയി ബെൽറ്റ്? പാരമ്പര്യം അതല്ലേ. ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ വേഷം എന്താ അറിയോ? ചട്ടയും മുണ്ടുമാണ്. കണ്ടിക്കോ നിങ്ങള്? എന്താണ് മാർഗം കളി കണ്ടിട്ടില്ലേ? സ്കൂളിലെ മാർഗം കളിക്കുമ്പോൾ മാത്രം ഇവിടെ തിരികെ വെച്ച ഒരു ചട്ടയും മുണ്ടൊക്കെ ആയിട്ട് കുറച്ച് ആളുകൾ വേഷം കെട്ടി വരും. ഒരു ക്രിസ്ത്യാനിടത്തും ഒരു ക്രിസ്ത്യാനിയും അതുപോലെ നടക്കുന്നില്ല. അപ്പൊ ക്രിസ്ത്യാനിക്ക് പുരോഗതിയാവാ അല്ലേ? മുസ്ലിമിന് പുരോഗതിയാവാ. ആദിവാസി എപ്പോഴും ആദിവാസി. ഇതെന്ത് നീതിയാണോ? ഇതെന്ത് മര്യാദയാണ്? എന്തെന്നറിയുമോ? ഇവിടുത്തെ ഞാൻ ചോദിക്കട്ടെ, ഈ വെള്ളമുണ്ട പഞ്ചായത്തിലെ ആദിവാസി കോളനികളിൽ എത്ര പേർക്ക് പ്രവാസം അറിയാം? ഈ വെള്ളമുണ്ടയുടെ പുറത്ത്, ജില്ലയുടെ പുറത്ത്, ഈ നാട്ടിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എങ്ങനെയാ പുരോഗതിയിലേക്ക് വന്നത്? ക്രിസ്ത്യാനികൾ എങ്ങനെയാ വന്നത്? ഈഴവൻ എങ്ങനെയാ വന്നത്? നായന്മാർ എങ്ങനെയാ വന്നത്? അവരൊക്കെ പ്രവാസം പോലും പരിശോധിച്ചവരാണ്, വിദേശത്ത് പോയവരാണ്. എനിക്ക് പലപ്പോഴും സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു അങ്ങാടിയിലേക്ക് ഒരു ദളിത് പെണ്ണ്
ഒരു പണിയറ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അവർ നല്ല ഒരു സാരി എടുത്തു വന്നാൽ അവിടുത്തെ മേൽജാതിക്കാര് മാത്രമല്ല, എല്ലാവരും, മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഒരു പൊതുസമൂഹം അവരെ ഒരു അതിശയത്തിൽ നോക്കുക. ഞാൻ ഓരോ ലീഗുകാരനോടും പറയുന്നു, അപകടമാണ്, ചെയ്യരുത്. ഇവിടുത്തെ സവർണ ബോധമുണ്ടല്ലോ, ദളിതുകളെ ദളിതുകളാക്കി നിർത്താൻ, അവരെ കീഴാളരാക്കി നിർത്താൻ, അവരെ പണിക്കാരായി നിർത്താൻ, അവരെ വോട്ട് യന്ത്രമാക്കി നിർത്താൻ EMS മുതൽ തുടങ്ങിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു സവർണ മേധാവിത്വമുണ്ട്, ആ വികാരമുണ്ട്. ആ വികാരം ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിൽ മാത്രമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഇവിടുത്തെ എല്ലാ ജാതിമത സമൂഹങ്ങളിലുമുണ്ട്. ഒരിക്കലും മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവരുത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ സകരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളെ വേർതിരിച്ചിട്ടില്ല, കോളനിയായി, വേറെയായി, ജാതിയായി, മതമായി, ഹൃദയത്തിന്റെ നേരും വിശുദ്ധിയിലും അല്ലാതെ. പക്ഷെ പലർക്കും ആ ധാരണയുണ്ട്. എപ്പോഴെങ്കിലും എന്റെ മനസ്സിൽ തോന്നുമ്പോൾ ഞാൻ അത് പറിച്ചെറിയാറുണ്ട്. എന്തിനാണ് നിങ്ങൾ ഈ ആദിവാസി സമൂഹത്തെ ഏതോ കമ്മ്യൂണിസ്റ്റുകാരാ ഒരു വെറും വോട്ട് യന്ത്രമാക്കി മാറ്റി നിർത്തുന്നത് ഈ വയനാട്ടിൽ? ഞാൻ ഇവിടുത്തെ മന്ത്രിയോട് പറയട്ടെ, ഇത് അപകടമാണ്. വെറുതെ അല്ല കോളനികൾ BJP പിടിമുറുക്കുന്നത്, RSS പിടിമുറുക്കുന്നത്, നിങ്ങളുടെ ബൂത്തുകളിൽ രണ്ടാം കക്ഷിയായി RSS വരുന്നത്. ഞാൻ ഇവിടുത്തെ ഓരോ മനുഷ്യരോടും പറയുന്നു, നെഞ്ചോട് ചേർത്ത് ആ സമൂഹത്തെ പിടിക്കണം. സ്കൂളുകളിൽ അവര് കൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കണം. അത് KMCC ആയാലും, അത് ഇവിടുത്തെ ലീഗുകാരനായാലും, ഇവിടുത്തെ കോൺഗ്രസ്സുകാരനായാലും, ഇവിടുത്തെ മനുഷ്യന്റെ ബാധ്യതയാണ്. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു സമൂഹം ഇങ്ങനെ തകർന്നു പോകുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും, ഇല്ലെന്ന് വിചാരിക്കരുത്. ഇത് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സൂക്ഷ്മതയുണ്ടാവണം സ്നേഹമുള്ളവരെ, ഗൗരവത്തോടെ ആ രാഷ്ട്രീയത്തെ കാണാതിരിക്കരുത് നിങ്ങളെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുകയാണ്. ഈ സവർണാധിപത്യത്തിന്റെ ഈ വികൃതമായ രാഷ്ട്രീയം, വോട്ട് മതി, അതിനപ്പുറം ചിന്തയില്ല, അതിനെന്ത് തോന്നിവാസവുമാണ്. ഈ രാഷ്ട്രീയം എത്ര കാലം കൊണ്ടു നടക്കും സഖാക്കളെ? നിങ്ങൾ ഈ അതിക്രമം, ഈ തോന്നിവാസം, നിങ്ങൾ വയനാട്ടുകാർ, ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. കണ്ണൂരില് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ വിചാരിച്ചു. ഞാൻ 10 കൊല്ലം അവിടുത്തെ MLA ആണ്. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം നവീൻ ബാബുവിനെ അറിയില്ല, പക്ഷേ എനിക്ക് ദിവ്യയെ അറിയാം, ഷാജറിനെ അറിയാം, പിണറായിയെ അറിയാം, P. ജയരാജനെ അറിയാം, കണ്ണൂരിലെ CPM-നെ അറിയാം. ഇതൊരു സ്വാഭാവികമാണെന്ന് ഞാൻ കരുതിയില്ല. ഞാന് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് ഞാൻ പലയിടത്തും സംസാരിച്ചു. എന്താ നിങ്ങൾ വിചാരിക്കണം, എന്താണ് ദിവ്യ എന്തോ ഒരു വർത്താനം പറഞ്ഞപ്പോ കൈക്കൂലി വാങ്ങല്ലോ എന്ന് ബേജാറായിട്ട് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നാണോ? കണ്ണൂരിലെ കലക്ടറുടെ തൊട്ട് താഴെയുള്ള ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ADM ആണ് ആ മനുഷ്യൻ. 2 പെൺകുട്ടികളാണ്. അയാളെ കാത്ത് അവർ തൊട്ടു പിറ്റേ ദിവസം അതിരാവിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തും. അച്ഛൻ വരുന്നു എന്നറിഞ്ഞ് അവർ ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടാകും. ഇനിയുള്ള നാളുകളിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സായം സന്ധ്യകളിൽ ഞങ്ങളുടെ പൊന്നച്ഛനും കൂടെ ഉണ്ടാകും. ഹിന്ദു ആചാരപ്രകാരം ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ ആൺകുട്ടികളാണ്. പക്ഷെ കണ്ടോ നിങ്ങൾ, ആ പെൺകുട്ടികൾ ഒരുപക്ഷേ ആചാരങ്ങൾ പറയുന്നവർ സ്തബ്ധരായി നിൽക്കെ ആ പെൺകുട്ടികൾ ആ ചിതയിലോടനുബന്ധമായ ആചാരങ്ങൾ ചെയ്യുന്നത്. നവീൻ ബാബു മരിക്കുന്നതിന് മുമ്പ്, മക്കളെ ഞാൻ പോവാണ്, എന്റെ പേരിൽ നിങ്ങൾ തലകുലിക്കരുതേ, ഞാനൊരു അഴിമതിയും നടത്തിയിട്ടില്ല, ഞാൻ അത്തരക്കാരനല്ല എന്ന് നവീൻ ബാബു ഒരു കടലാസിൽ കുറിച്ചു വെച്ച് ഒരു വാട്സാപ്പിൽ ടൈപ്പ് ചെയ്തു വെച്ച്, അതല്ലെങ്കിൽ ഒരു മെസ്സേജ് എഴുതിയിട്ട് അവർക്ക് അയച്ചില്ല. നവീൻ ബാബുവിന് ഒരു ഭാര്യയുണ്ട്, നല്ല വിവരമുള്ള ഭാര്യ, വിദ്യാഭ്യാസമുള്ള ഭാര്യ, ജോലിയുള്ള ഭാര്യ. ഭാര്യ പറയാണ്, ഭാര്യയോട് നവീൻ ബാബു പറയാണ്, ഞാനിത് അപമാനിക്കപ്പെട്ടു, എനിക്കറിയില്ല, ഞാൻ മരിക്കുകയാണ്. 2 പെൺകുട്ടികളാണ് കേട്ടോ, അവരുടെ വിദ്യാഭ്യാസം നീ നോക്കണം, നീ അവരെ വളർത്തണം, എനിക്ക് വേണ്ടി അത് ചെയ്യണം കേട്ടോ. ഈ യാത്ര പറയാൻ ആ മനുഷ്യൻ തയ്യാറാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കുറിപ്പ് എവിടെ? ഞാൻ ചോദിച്ചു,
നവീൻ ബാബു മരിച്ചു കിടക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ ഇല്ല കണ്ണൂർ ജില്ലാ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക്, 25 കിലോമീറ്റർ അപ്പുറമുള്ള പരിയാരം മെഡിക്കൽ കോളേജിലേക്ക്, CPM-ന്റെ കോട്ടയിലേക്ക്, ഈ ദിവ്യയുടെ ഭർത്താവ് പണിയെടുക്കുന്ന ഹോസ്പിറ്റലിലേക്ക് എന്തിനാ കൊണ്ടുപോയത്? സീൻ മഹസർ തയ്യാറാക്കുമ്പോ ബന്ധുക്കൾ, സഹപ്രവർത്തകർ ആരെയും എന്തേ നിങ്ങൾ കയറ്റാത്തത്? എന്താ കയറ്റാത്തത്? ഞാൻ സംശയിച്ചു. എനിക്കറിയാം, ഞാന് കുഞ്ഞനന്തൻ മരിച്ചത് എനിക്ക് ദുരൂഹതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ MV ഗോവിന്ദന് എന്റെ നേരെ ഒരു ചാട്ടാണ്. കേസ് കൊടുക്കും ഷാജിനെതിരെ. കേസ് എന്ന് കേട്ടത് ഞാൻ പേടിച്ചു പോയി. കാരണം എനിക്ക് കേസില്ലാത്തതാണ്. ഞാൻ ബോധം കെടാൻ പോയി. കാരണം കേസ് വരിക. എന്റെ MV ഗോവിന്ദ, എന്താണ് സഖാവേ ആ കേസ് എടുക്കാത്തത്? ഞാൻ ഇപ്പോഴും ഇതാ പിന്നെയും ഈ രാത്രിയിൽ ആരോപണം ഉന്നയിക്കുകയാണ്. നിങ്ങൾ കുഞ്ഞനന്തന്റെ മരണത്തിൽ എനിക്ക് സംശയമുണ്ട്. ദുരൂഹതയാണ്, ഉറപ്പിച്ചു പറയാണ്. കുറച്ച് കേസ് തീർന്നല്ലോ, ഇല്ലാത്തിന്റെ വിഷമം കൂട്ടിക്കോ, എടുക്കങ്ങള്. എന്താണോ സഖാബെ കേസ് എടുക്കാത്തത്? ഒരു FIR ഇല്ലാത്തത്? ഞാൻ പറയണു നവീൻ ബാബുവിന്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞപ്പോ പലരും പറഞ്ഞു, ഇവരെന്താ അങ്ങനെ പറയണത്? നവീൻ ബാബുവിന്റെ കുടുംബം പറഞ്ഞിരിക്കണോ ഈ ദിവ്യ നിസാരാണോ? നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമല്ല, അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിർ മാത്രമല്ല, നിങ്ങൾ പഴയ സഖാക്കളാണോ? സഖാക്കളെ ഒന്ന് പരിശോധിച്ച് നോക്ക്. എമ്മാതിരി കക്കലടവ് കക്കണത്. എന്തൊരു ടീമാണ്. മുഖ്യമന്ത്രി കുടുംബം ഇരുന്ന് കക്കാണ്. മോള് വേറെ, അമ്മാച്ചൻ വേറെ. മോൻ കുറച്ചൊരു ഷൈ ടൈപ്പാണ്. അതിന് മോന്റെ അമ്മോച്ചൻ ഇറങ്ങി. ഇവ ഇങ്ങനെ വെറുതെ നിൽക്കലേ ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട് ലോനെ തട്ടി മാറ്റിട്ട് അമ്മോച്ചൻ ഇറങ്ങിയിട്ടാണ് ക്യാമറ കൊണ്ടുവന്നത്. എല്ലാവരും കക്കുക, ഓരോരുത്തർക്ക് ആവും പോലെ കക്കുക. മുഖ്യമന്ത്രിക്ക് അത്യാവശ്യം ഉഷാറുള്ളത് കൊണ്ട് അയാൾ കമ്പനി ഉണ്ടാക്കി കക്കുകയാണ്. കെ ബസ്, കെ ഫോണ്, കെ റെയിൽ, കെ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് കക്കുകയാണ്. താഴോട്ടെത്തുമ്പോഴത്തേക്കോ ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി ഒക്കെ നമ്മളെ പീക്ക പറയുന്ന പോലെ കിണ്ടി, കൊളാമ്പി തുടങ്ങിയ സാധനങ്ങളും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇത് കക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കണത്, ഇത് പറയാൻ ബാധ്യത എനിക്കില്ലേ? നിങ്ങൾ എന്നോട് ദേഷ്യം പിടിച്ചത് എന്റെ പേരിൽ കേസ് കൊടുത്തതിനാണ്. എന്തിനാ ദേഷ്യം പിടിക്കണത്? എടോ, ഞാൻ അഴീക്കോട് ജയിക്കണത് നിങ്ങളുടെ കോട്ടയെന്നാണ്. മനുഷ്യന്മാർ എന്തിനാ വോട്ട് തരുന്നത്? എന്നെ എന്തിനാ പറഞ്ഞേക്കുന്നത്? CPM-ന്റെ ഒരു വലിയ നേതാവിനെ തോൽപ്പിച്ചിട്ട് എന്നെ ജയിപ്പിക്കുമ്പോ അവർക്കൊരു പ്രതീക്ഷ ഇല്ലേ? ഇത് UDF-ന്റെ സ്ഥാനാർത്ഥിയാണ്, ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്. അയാള് പടച്ചോന്റെ പേരിൽ സത്യം ചെയ്താണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വിശ്വസിക്കാം. നമ്മളെല്ലാം നികുതി കൊടുക്കുന്നവരല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിക്ക് ടാക്സ്, റോഡിന് ടാക്സ്, എല്ലാത്തിനും, ഭക്ഷണത്തിന് ടാക്സ്, വസ്ത്രത്തിന് ടാക്സ്, പെന്നിന് ടാക്സ്, സ്കൂളിന് ടാക്സ്, എല്ലാത്തിനും ടാക്സ്. ഇതെന്തിനാണ്? മുഖ്യമന്ത്രിക്ക് പശുവിനെ പോറ്റാനോ മോക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കളിക്കാനോ അല്ല. ഈ പറയുന്ന നികുതി പണം അന്യായമായി ഉപയോഗിക്കുമ്പോ മിസ്റ്റർ ഷാജി, നിങ്ങളെ ഞങ്ങൾ നിയമസഭയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്, നോക്കണം. അങ്ങനെയാണ് ഞാൻ സഭയിൽ പോയത്. സഭയിൽ ചെന്ന് നോക്കുമ്പോ മൂപ്പര് നല്ല കക്കലാണ്, മോളും മോശമല്ല. ഞാൻ സഹി കെട്ടിട്ട് സഭയിൽ എഴുന്നേറ്റിട്ട് ഒരു MLA എന്ന പ്രിവിലേജ് ഉപയോഗിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, അങ്ങയുടെ മകള്, അവരുടെ പേരിൽ ആരോപണമല്ലേ? എന്നോട് ഞാൻ ആ TV ഇതിൽ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഒരു CPM-ന്റെ നേതാവ് പറഞ്ഞു, ഒരു കോംപ്രമൈസ് സംസാരിക്കാൻ വന്നാൽ എന്നോട് പറഞ്ഞു, ഷാജി നിനക്കറിയില്ല, ആ മനുഷ്യൻ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. അയാളെ ഇനി ഒരു ദിവസം ഉറങ്ങാത്ത ദിവസങ്ങളാണ് ആയുസുണ്ടെങ്കിൽ പിണറായി വിജയന് വരാൻ പോകുന്നത് എന്ന് നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾ വിചാരിക്കണ്ടേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കട്ടതൊക്കെ കൊണ്ട് മക്കളെയൊക്കെ കൂട്ടിയിട്ട് അങ്ങ് രക്ഷപ്പെട്ട് കളയാന്ന്? ഞങ്ങളൊക്കെ ആയുസ്സോടെ ഉണ്ടെങ്കിൽ ഓർത്തെഴുതിക്കോ സഖാവ് പിണറായി വിജയ, കട്ടത് മുഴുവൻ കക്കിച്ചിട്ടല്ലാതെ ഈ ജീവിതത്തിലെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കൂല. അങ്ങനെയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കട്ടങ്ങ് പോവാ, എന്നിട്ട് അടുത്ത ഗവൺമെന്റ് വരുമ്പോഴോ അങ്ങനെയൊക്കെ അങ്ങ് പോവാ. പള്ളി പറഞ്ഞാൽ മതി. അതിന് നടക്കുമോ നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ഈ രാജ്യത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയത് അറിയാൻ ബാധ്യതല്ലേ? ഞങ്ങളുടെ ഉത്തരവാദിത്തല്ലേ? ഞാൻ എന്താ അപരാധ ചെയ്തത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എനിക്ക് സത്യം പറഞ്ഞാല് സുപ്രീം കോടതിയിൽ നിന്ന് ആരാ വക്കീലെന്ന് നിങ്ങൾക്കറിയോ? അഡീഷണൽ സോളിസിറ്റർ ജനറൽ. ആരെ? കെജ്രിവാളിനെ കുടുക്കിയ വക്കീല്, കെജ്രിവാളിനെതിരെ വാദിച്ച SB രാജു. രണ്ടാമത്തെ വക്കീലാണ് ഞങ്ങള്. ഒരു സിറ്റിങ്ങിന് 25 ലക്ഷം രൂപ കൊടുക്കുന്ന നീരജ് കൗൾ. എനിക്കെതിരെ ഞാൻ എന്റെ ആവതിനനുസരിച്ചിട്ട് ഞാനൊരു വക്കീലിനെ വെക്കുകയാണ്. 11 മണിക്ക് എൻ്റെ ബഹുമാന്യനായ സഹോദരൻ, നമ്മുടെ പ്രിയപ്പെട്ട MP ഹാരിസ് മീരാനും, അതുപോലെ തന്നെ
അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മർസൂഖും വിളിച്ചിട്ട് പറയാണ്, നമ്മൾ ജയിച്ചു. ഞാനിങ്ങനെ ദേഹത്ത് തൊട്ടു നോക്കുകയായിരുന്നു. എനിക്ക് അള്ളാഹുവിന്റെ ഒരു സ്പർശമുണ്ടല്ലോ. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ചില ഘട്ടങ്ങൾ ഉണ്ടാകും. അള്ളാഹു നമ്മളെ ചേർത്ത് വെക്കുന്നത്, അള്ളാഹു നമ്മളെ ഒന്ന് തൊടുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഘട്ടമാണ്. ആ ഫീലിംഗ് ആണ് നാഥന്റെ മുമ്പിൽ ഞാൻ ആ നിമിഷം സുജൂദിലേക്ക് പോയി. എനിക്ക് എങ്ങനെയാണ് കഴിയുക ഇവരോട് മത്സരിച്ച് ജയിക്കാൻ? നീതിയില്ലെങ്കിൽ, സത്യമില്ലെങ്കിൽ, ധർമ്മമില്ലെങ്കിൽ, അതിനകത്ത് സത്യസന്ധമായ കാര്യമില്ലെങ്കിൽ. 2 കേസാണ് തള്ളിയത്. ഒന്ന് ED-യെ, ഒന്ന് വിജിലൻസിനെ. എത്ര ഉപദ്രവിച്ചു എന്ന് നിങ്ങൾക്കറിയോ? ഞാന് 4 കൊല്ലം MLA ആയി നിൽക്കുമ്പോ ഒരു ഉറുപ്പിക സാലറി ഇല്ല. തിരുവനന്തപുരത്ത് നിങ്ങളൊക്കെ വരുമ്പോ വയനാട്ടുകാരല്ലേ നീ അയച്ചു വന്നാൽ എന്റെ MLA ക്വാർട്ടേഴ്സിൽ വരാം. അവിടെ വന്നാൽ ഞാനിങ്ങനെ പത്രാസിൽ ഇരിക്കുന്നുണ്ടാവും. ക്വാർട്ടേഴ്സിന്റെ വാടക ഞാൻ കൊടുക്കണം. അറിയോ നിങ്ങള്? 4 കൊല്ലം ഒരു ഉറുപ്പിക തരാതെ നിങ്ങൾ എന്താ അപരാധ ഞാൻ ചെയ്തത്? ഞാനെന്താ അപരാധ ചെയ്തത്? ആ കേസുകള്, കള്ളക്കേസുകൾ ഉണ്ടാക്കി നിങ്ങൾ അതിന് നടത്തി. 54 മൊഴികള്. കോടതിയുടെ വാക്കെന്താ അറിയോ? വക്കീലിനോട് ചോദിക്കുകയാണ്, SB രാജുവിനോട്, KM ഷാജിക്കെതിരെ ഒരു വിസ്പർ ഉണ്ടോ? ഇതാ ഡയലോഗ്, വിസ്പർ ഉണ്ടോ? ഒരു ചെറിയ തെളിവ്. കള്ളക്കേസല്ലേ നിങ്ങൾ നടത്തിയത്? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് അത്യാവശ്യമൊക്കെ സൗകര്യമുള്ളവർ, ഞാൻ വയനാട്ടിൽ നിന്നല്ലേ സംസാരിക്കണത്, അവിടെ ഞാൻ ആ കേസ് നടത്തി. പാർട്ടിയോട് ഞാൻ പൈസ ഒന്നും വാങ്ങിയില്ല, ഞാൻ ചോദിച്ചില്ല പാർട്ടിയോട്. എന്താ കാര്യം എന്നറിയോ? ഞാനിപ്പം വരുമ്പോ നമ്മളെ കുറെ സുഹൃത്തുക്കൾ, നാസറൊക്കെ ഉണ്ടായിരുന്നു അവിടെ, ഇസ്മായിലും എല്ലാവരും കൂടെ കൂടിയിട്ട് എന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ സ്റ്റേജിലിരുത്തി. നിങ്ങൾ താഴെ ഇരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ കുറച്ച് മുകളിൽ ഇവിടെ നിൽക്കുകയാണ്. നിങ്ങൾ ഹൃദയം അറിഞ്ഞിട്ടാണ് ഷാജി അവിടെ നിന്നോ എന്ന് സമ്മതിച്ചത്. എനിക്കിവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു അഴിമതിക്കാരനല്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത എന്റേത് മാത്രമാണ്. എന്റെ ബാധ്യതയാണ്. ഞാൻ ഒറ്റയ്ക്ക് കേസ് നടത്തി. പല സുഹൃത്തുക്കളും ചോദിച്ചു, പലരും വന്നു എന്നോട്. എന്റെ ആത്മബന്ധങ്ങളുള്ള സുഹൃത്തുക്കളല്ലാതെ ആരുടെ അടുത്ത് പോയില്ല. ഒരു സിറ്റിങ്ങിന് എത്ര രൂപ വേണം സുപ്രീം കോടതിയിൽ എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഉള്ളിലൊരു കനലുണ്ടായിരുന്നു. എന്റെ മകള് പഠിക്കുന്ന സ്കൂളിൽ പോയി അപമാനിക്കാൻ ശ്രമിച്ചു ഈ പിണറായിയുടെ കയ്യാളന്മാർ. മക്കള് പഠിക്കുന്നിടത്ത് കരഞ്ഞു മകള് വീട്ടിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. രാവിലെ 7 മണിക്ക് എന്റെ ഭാര്യയെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിട്ട് രാത്രി 12:30 മണിക്ക് എന്റെ ഉവൈസ്, അന്ന് എന്റെ കൂടെയുണ്ട് ജില്ലാ ട്രഷറർ, വീട്ടിൽ എന്നെ സമാധാനിപ്പിക്കാൻ ഞാൻ പൊട്ടിത്തെറിച്ച് ബഹളം ഉണ്ടാക്കുമ്പോഴാണ് എന്നെന്തും ചെയ്തോ നിങ്ങള്. 4 തവണയാണ് എന്റെ വീട് അളന്നത്. അടിച്ചു വരാൻ വരുന്ന മാതിരിയാ വന്നത് അളക്കാൻ. ആഴ്ചക്ക് 50 ലക്ഷം രൂപയോളം തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം എന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തപ്പോ സഖാക്കൾ പറയാണ്, ക്ലോസറ്റിൽ നിന്ന് പിടിച്ചെടുക്കൽ വേറെ സാധനമാണ്, തനിക്ക് സെൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അത് തന്റെ സ്വഭാവത്തിന് ചേർന്ന കാര്യമാണ്. എടോ, പിടിച്ചു കൊണ്ടുപോയ അന്ന് ഒരു ധാരണയില്ലാതെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ഷാജി പറഞ്ഞു, അത് കൊണ്ടയോൻ തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന്. കൊണ്ടുവന്നടോ, അതിപ്പോ എന്റെ കയ്യിലാ. അറിയോ നിനക്ക്? നിയമത്തിന്റെ എല്ലാ വഴിയിലും കത്തിയില്ല, കൊടുവാളില്ല, തോന്നിമാസം പറച്ചിലില്ല, ഒരു പേന കത്തി പോലും ഇല്ല, ബ്ലേഡ് ഇല്ല. നിയമത്തിന്റെ വഴിയിൽ അയാൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. അല്ലാഹുവേ, നമ്മൾ ആയുസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, പടച്ചോനെ ഈ കേസ് തെളിയുന്നവരെ ആ പിണറായി വിജയനും ആയുസ് കൊടുക്കണേ. ഞാൻ അങ്ങനെ ദ്വാരക്കുന്ന എന്നെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ. ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ പറയുന്നിട്ട് രാവിലെ ഇരുന്നിട്ട് പിണറായിക്ക് ആയുസ് കൊടുക്കണേ. ഇത് കാണാൻ ആ മനുഷ്യൻ കണ്ണ് നിറയെ കണ്ടു. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, നേരുണ്ടെങ്കിൽ നമുക്കൊരു പാർട്ടിയുടെ കൊടി പിടിച്ച് മുന്നോട്ട് പോകുമ്പോ കൂടെ നിൽക്കുന്ന പ്രവർത്തകരുണ്ടല്ലോ, അതൊരു ചെറിയ ബലമല്ല. അവർ തരുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഏത് ഇരട്ടച്ചെങ്കിലും നമുക്ക് പുല്ലിന്റെ വില മാത്രമേ ഉണ്ടാവൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ഈ സമ്മർദ്ദം ഉണ്ടല്ലോ, കേസ് കൊടുക്കുക, ഇടങ്ങേറാക്കുക എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കണത് നമ്മളങ്ങ് ശരിയാക്കാനാ? അല്ല, അതൊരു കോംപ്രമൈസ് തന്ത്രമാണ്. അത് രാഷ്ട്രീയത്തില് നിങ്ങൾ ഓരോ ഘട്ടത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരു തന്ത്രമാണ്. എങ്ങനെ അറിയങ്ങള്? നമ്മളങ്ങനെ കുടുക്കി മുറുക്കി കുടുംബത്താരെ ഇടങ്ങാറാക്കി പൈസ എടുക്കെങ്കിലും പോകുമ്പോഴത്തേക്കും പറയും സുപ്രീം കോടതിക്ക് 14 കേസാണ്, സുപ്രീം കോടതി കേസുണ്ട്. അവിടെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ പറയൂ നാളെ ഡൽഹിയിൽ കേസാണ്.
വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറയൂ, നാളെ എറണാകുളത്ത് കേസാണ്. ഇങ്ങനെ മനുഷ്യൻ ഇടങ്ങാറാവിക്കും. നമ്മൾ പണ്ടാറ വേണ്ടെന്ന് എന്ത് പറ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ വരും ഒന്ന് മയത്തിൽ പറയിഷാജി, നമുക്ക് നോക്കാം, കേസൊക്കെ നമുക്ക് പിൻവലിക്കാം. അതുവരെ പിണറായി വിജയൻ എങ്ങനെ ഷാർപ്പായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പതുക്കങ്ങ് വിഡ്രോ ചെയ്യാണ്. അപ്പൊ സഖാക്കൾ പറയാണ്, ഷാജി ഇപ്പൊ പഴയ പോലെ ഒന്നും പറയില്ല കേട്ടാ, അവന് മനസ്സിലായി ഇയാളൊക്കെ വലിയ സംഭവമാണെന്ന്. അപ്പൊ എന്തായി, കള്ളന്റെ ഇമേജ് ഇരട്ടിയായി. ഇതൊരു തന്ത്രമാണ്. ആ തന്ത്രം ഏതാണെന്ന് അറിയണമെങ്കിലേ പിണറായി വിജയന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂട്ടി ടൂർ പോയി നോക്കിയാൽ മതി. വേറൊരു സ്റ്റേറ്റിലേക്ക് പോയില്ല. എന്താ നരേന്ദ്രമോദി പറഞ്ഞു, എന്റെ മോളെ SFIO കേസ് കൂട്ടിയിട്ട് പണി തരും, ഇറങ്ങണ്ട, പൊയ്ക്കോന്ന് പറഞ്ഞു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേന്ന് നാട് വിട്ടു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നല്ല, ഇന്ത്യയിൽ CPM-ന്റെ അവസാനത്തെ ഈ ഒറ്റ മുഖ്യമന്ത്രി. ലാവ്ലിന് കേസ് വെച്ചാണ് പിണറായി വിജയ നിങ്ങൾ RSSന് വേണ്ടി വിടുപണി എടുക്കുന്നത്. സ്വന്തം മകളെ SFIO-യിൽ നിന്ന് രക്ഷിക്കാനാണ് സഖാവ് പിണറായി വിജയ തൃശൂര് നിങ്ങൾ സുരേഷ് ഗോപിക്ക് വിട്ടുകൊടുത്തു. ഇത് പൊളിറ്റിക്കൽ കോംപ്രമൈസ് ആണ്. ഈ കോംപ്രമൈസിന്റെ മുമ്പിൽ ആളുകളെ കൊണ്ടുപോയി വെക്കാനാണ് ഇവർ ഈ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നത്. അത് തിരിച്ചറിയുക പ്രധാനമാണ്. ഞാൻ വെള്ളമുണ്ടയിലെ സുഹൃത്തുക്കളോട് പറയട്ടെ, ഈ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ സത്യസന്ധതയോടെ, നേരോടെ, കരുത്തോടെ മുന്നോട്ട് പോവുക. ഒരു പാരമ്പര്യമുണ്ട് നമുക്ക്. ഒരുപക്ഷെ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ചരിത്രം എടുത്താൽ അതിൽ വലിയ പാരമ്പര്യം വയനാട്ടിലുണ്ട്. ദിഷണാശാലികളായ നേതൃത്വം, വലിയ പാടവമുള്ളവർ, എൻ മമ്മൂട്ടി സാഹിബിനെ പോലെ, PPV മൂസ സാഹിബിനെ പോലെ, PC അഹമ്മദ് സാഹിബിനെ പോലെ, അങ്ങനെ ഒരു വലിയ നിര. ഈ വെള്ളമുണ്ടയിലോ ഇവിടുത്തെ ഓരോ കാരണവന്മാരും, ഇവിടെ ബഹുമാന്യനായിട്ടുള്ള മമ്മു സാഹിബ് അടക്കമുള്ള ഓരോ കാരണവന്മാർ, നമ്മൾ ബഹുമാന്യനായ ജമാൽ സാഹിബ്, ഒരു വല്ലാത്ത എല്ലാത്തിനും അപ്പുറത്തുള്ള ഒരു അപരിമേയമായ ഒരു മനുഷ്യത്വം, ഒരു വ്യക്തിത്വം. നമ്മുടെ നാട്ടിൽ ആലിക്ക, എത്ര പേര് അധികപ്പെടും നമ്മളുടെ ഇടയിലുണ്ട്. എത്ര പേർ ഓർത്തു നോക്കൂ നിങ്ങൾ. എങ്ങനെയാണ് എന്റെ യൂത്ത് ലീഗുകാരാ ഈ വെള്ളമുണ്ടയിൽ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്നത്? ഞാൻ പറയട്ടെ, അത് തിരിച്ചു പിടിച്ചു പ്രതികാരം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ കൊടി പിടിച്ച് നടക്കുന്നതിൽ അർത്ഥമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മമ്മു സാഹിബിന്റെ പേരിൽ ഒരു വേദി കെട്ടിയാ പോരാ. ആ മമ്മു സാഹിബിനോട് നിങ്ങൾക്ക് നന്ദിയും കടപ്പാടും ഉണ്ടെങ്കിൽ മമ്മു സാഹിബിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിലേക്ക് വെള്ളമുണ്ടയെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അത് പരാജയമാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു. എന്റെ പ്രിയപ്പെട്ട ഒരുപാട് കൂട്ടുകാർ ഇവിടെയുണ്ട്, നേതാക്കന്മാർ ഇവിടെയുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ ഇത് അസാധ്യമല്ല. ഈ വെള്ളമുണ്ടയിലെ പാരമ്പര്യത്തിന്റെ ശക്തിയിലേക്ക് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മുന്നേറ്റമാണ് ഈ സമ്മേളനത്തിന്റെ പ്രമേയമാവേണ്ടത്. അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.